ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കെംസ് വേൾഡ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. ലോസൊക്കെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ലോസ് ഇതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് അറ്റോമിക് മാസ്. ഓക്കെ, അറ്റോമിക് മാസിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് AMU, അതായത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അത് ഷോർട്ട് ആക്കി എഴുതുന്നതാണ് AMU. ഓക്കെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് യൂണിഫൈഡ് മാസ് എന്ന് പറയാം. ഓക്കെ, അപ്പം അറ്റോമിക് മാസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് AMU ആണെന്ന്, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അത് നമ്മൾ യൂണിഫൈഡ് മാസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ കാണാതെ പഠിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ കുറച്ച് എലമെൻസിൻ്റെ അറ്റോമിക് മാസ് ഞാൻ തന്നിട്ടുണ്ട്. നോക്കി ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. ഓക്കെ, 1 യൂണിഫൈഡ് മാസ്, അതാണ് U എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കാർബണിൻ്റെ അത് 12U ആണ്. ഓക്കെ, നൈട്രജൻ്റെ 14U, ഓക്സിജൻ്റെ 16U, സോഡിയത്തിൻ്റെ 23U, സൾഫറിൻ്റെ 32U, ക്ലോറിൻ്റെ 35.5U, കാൽസ്യത്തിൻ്റെ 40U. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇത്രയും കോമ്പൗണ്ട്സിൻ്റെ എങ്കിലും നിങ്ങൾ അറ്റോമിക് മാസ് കാണാതെ പഠിച്ചിരിക്കണം. കാരണം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നമുക്ക് അറ്റോമിക് മാസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും എലമെൻസിൻ്റെ അറ്റോമിക് മാസ് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നമ്മളിപ്പോൾ അറ്റോമിക് മാസ് ആണ് പഠിച്ചത് അല്ലേ? അറ്റോമിക് മാസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാം അറ്റോമിക് മാസ്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? അതായത് GAM എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഞാൻ വായിക്കാം. The mass of 1 mole of atoms of an element in grams. It is numerically equal to the element's atomic mass unit but expressed in grams. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കുറച്ച് എലമെൻസിൻ്റെ അറ്റോമിക് മാസ്, ഹൈഡ്രജൻ 1, കാർബൺ 12, യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കുറച്ച് എലമെൻസിൻ്റെ അറ്റോമിക് മാസ് കണ്ടില്ലേ? ഈ അറ്റോമിക് മാസിനെ ഗ്രാമിൽ നമ്മൾ എങ്ങനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനെയാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ കാര്യം മോളിക്യൂൾസിൻ്റെ കേസസിലാണ് വരുന്നതെങ്കിൽ അതിനെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയും. അത് നമുക്ക് ഇനിയും വരുന്നുണ്ട് പഠിക്കാൻ. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസിനെ ഗ്രാമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ്. അപ്പം ഞാൻ പറയാം, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 യൂണിഫൈഡ് മാസ് ആണ്. സോ അതിനെ ഗ്രാം അറ്റോമിക് മാസിലോട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും? 1 ഗ്രാം. കാർബൺ 12 യൂണിഫൈഡ് മാസ് ആണ് അറ്റോമിക് മാസ്. അതിനെ ഗ്രാം അറ്റോമിക് മാസിലോട്ട് മാറ്റുമ്പോൾ എത്ര ആയിരിക്കും? 12 ഗ്രാം. ഓക്കെ, ഇങ്ങനെ അറ്റോമിക് മാസിനെ ഗ്രാമിലേക്ക് മാറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ്റെ അറ്റോമിക് മാസ് നോക്കൂ. നൈട്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, അപ്പം 14 AMU, അതായത് അറ്റോമിക് മാസ് യൂണിറ്റ്. അങ്ങനെയാണ് നമ്മൾ AMU അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം 14 യൂണിഫൈഡ് മാസ് ആണ് നൈട്രജൻ്റെത്. സോ അത് ഗ്രാം അറ്റോമിക് മാസിലോട്ട് മാറ്റിയപ്പോൾ അത് എന്തായി? 14 ഗ്രാം ആയി. അതായത് അറ്റോമിക് മാസ് മാറുന്നില്ല, അതിൻ്റെ യൂണിറ്റ് മാത്രം മാറുന്നുള്ളൂ. അതായത് ഗ്രാം അറ്റോമിക് മാസിലോട്ട് മാറ്റുമ്പം അതിൻ്റെ ആ അറ്റോമിക് മാസിൻ്റെ കൂടെ ഒരു ഗ്രാമും കൂടെ വരുന്നു. അത്രയും മാത്രമേ ഉള്ളൂ വ്യത്യാസം. രണ്ടാമത് നോക്ക്, കാൽസ്യം 12 AMU അല്ലേ? 12 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് കാർബണിൻ്റെ അറ്റോമിക് മാസ്. അതിനെ ഗ്രാം അറ്റോമിക് മാസിലേക്ക് മാറ്റുമ്പോൾ അതെന്തായി മാറും? 12 ഗ്രാം. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അതും ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് gram molecular mass എന്താന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് gram molecular mass? The mass of 1 mole of molecules of a substance in grams. It is numerically equal to the molecule's relative molecular mass. അതായത് എന്താ ഞാൻ പറഞ്ഞത്? ഈ അറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമിലോട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മോളിക്യൂൾസിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ അതിനെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ദ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ്
H2O. ഓക്കെ, ഒരു H2O എന്ന് പറയുന്ന വാട്ടർ ആണ് അല്ലേ, അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ അതിൻ്റെ മോളിക്കുലാർ മാസ് ഓഫ് H2O നോക്കുക. ഓക്കെ, മോളിക്കുലാർ മാസ് ഓഫ് H2O എങ്ങനെയാണ് മോളിക്കുലാർ മാസ് ഓഫ് H2O കാണുന്നത്? ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ ഹൈഡ്രജൻ്റെ 2 അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, അതായത് 2 × 1 അല്ലേ, 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് പറഞ്ഞാൽ 1 ആണ്. സോ 2 × 1 പ്ലസ് പിന്നെ ഒരു ഓക്സിജനാണ് ഉള്ളൂ. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്ര? 16. സോ ഒരു ഓക്സിജനേ ഉള്ളൂ, അതുകൊണ്ട് 1 × 16 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 2 × 1 പ്ലസ് 1 × 16. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2 + 16 കിട്ടും അല്ലേ, അപ്പം 18. അപ്പം ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് H2O എന്ന് പറയുന്നത് എത്രയാണ്? 18 ഗ്രാം ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് H2SO4 എന്തായത്? സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് നിങ്ങൾക്ക് കാണണമെന്ന് വെച്ചോ. അപ്പം ഫസ്റ്റ് നമ്മൾ എന്താ കാണേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്താ കാണണ്ടേ? മോളിക്കുലാർ മാസ് ഓഫ് H2SO4 ആണ് ആദ്യം കാണേണ്ടത് അല്ലേ. മോളിക്കുലാർ മാസ് ഓഫ് H2SO4 അതെങ്ങനെ കാണും? ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ എത്ര? 1 × 2 അല്ലേ, അറ്റോമിക് മാസ് ഹൈഡ്രജന്റെ 1 ആണ്. അപ്പം 2 എണ്ണം ഉള്ളതുകൊണ്ട് 1 × 2 പ്ലസ് 1 സൾഫർ അല്ലേ. അപ്പം അറ്റോമിക് മാസ്, സൾഫറിന്റെ അറ്റോമിക് മാസ് എത്ര? 32 ആണ്. ഓക്കെ, ഇനി പ്ലസ് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. സോ 16 × 4. ഓക്കെ, 16 × 4 അപ്പം എത്ര വരുന്നത്? 2 + 32 + 16 × 4 എന്ന് പറയുമ്പം 64. ഓക്കെ, 64 എന്ന് പറയുന്നത് 98 ഗ്രാം ആണ്. ഓക്കെ, 98 ഗ്രാം ആണ്. അപ്പം ഈ 98 ഗ്രാം ആണ് നമ്മുടെ ഗ്രാം മോളിക്കുലാർ മാസ്. ഏതിൻ്റെ? H2SO4ന്റെ. അപ്പം നമ്മൾ ഈ അറ്റോമിക് മാസ് കാണുമ്പോൾ നമുക്കറിയാം 98 AMU ആണ് നമുക്ക് വരുന്നത്. അതിനെ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് 98G. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വേറൊരെണ്ണത്തിൻ്റെ അസറ്റിക് ആസിഡ്. നിങ്ങൾക്ക് വേറൊരു ചെയ്ത് നോക്കാവുന്നതാണ് അസറ്റിക് ആസിഡ്. അങ്ങനെ പല ഏത് മോളിക്യൂൾസിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രാം അറ്റോമിക് മാസ് കാണാൻ പറ്റും. അപ്പം ഫസ്റ്റ് നമ്മൾ എന്താ അറ്റോമിക് മാസ് അതായത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് H2SO4 ആയിരുന്നു അല്ലേ, H2SO4 ആയിരുന്നു പറയുന്നത്. അപ്പം നമ്മൾ ഈ ഓരോന്നിൻ്റെയും മോളിക്കുലാർ മാസ് അല്ല അറ്റോമിക് മാസ് എത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഹൈഡ്രജൻ്റെ നമുക്ക് 1 ആണെന്ന് അറിയാം. സോ 1 × 2 അറിയത്തില്ലെങ്കിൽ പറ്റുമോ? ഇനി സൾഫറിൻ്റെ നമുക്ക് 32 ആണെന്ന് അറിയാം. സോ 32 × 1 പിന്നെ പ്ലസ് ഓക്സിജൻ്റെ 16 ആണെന്ന് അറിയാം. അതുകൊണ്ട് 16 × 4. മനസ്സിലായി? ഇവിടെ 4 ഓക്സിജൻ വന്നുകൊണ്ടാണ് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 + 32 + 64. അപ്പം നമുക്ക് 98 AMUയിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, അറ്റോമിക് മാസ് യൂണിറ്റിലാണ് ഇത് കിട്ടുന്നത്. ഇതിനെ ഗ്രാം മോളിക്കുലാർ മാസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എഴുതേണ്ടത് 98 ഗ്രാം എന്ന്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം.